ബയോപിക് ഉടനെ ഉണ്ടാകുമോ? പലതവണ മമ്മൂട്ടിയുടെ ജീവിതകഥ സിനിമയാക്കുന്നതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ മലയാളത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ 2018 എന്ന സിനിമയുടെ റിലീസിന് പിന്നാലെയാണ് ബയോപിക്കുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയി ഒരു ചർച്ച മോളിവുഡിൽ നടന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. 2018 സംവിധായകനായ ജൂഡ് ആന്റണി ജോസഫ് നിവിൻ പോളിയെ നായകനാക്കിക്കൊണ്ടാണ് മമ്മൂട്ടിയുടെ ആത്മകഥ സിനിമയാക്കാൻ ആഗ്രഹിച്ചത്. ഇക്കാര്യം ജൂഡ് മമ്മൂട്ടിയോട് സംസാരിച്ചു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. എന്നാൽ മമ്മൂട്ടിക്ക് താല്പര്യമില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. എന്റെ ജീവിതം സിനിമയാക്കണ്ട എന്ന മറുപടിയാണ് മമ്മൂട്ടി പറഞ്ഞതെന്നും നിവിൻ പോളിക്ക് പകരം ദുൽഖർ സൽമാനെ വെച്ച് മമ്മൂട്ടിയുടെ ബയോപിക് ചെയ്യാൻ താൻ തയ്യാറാണെന്നും എന്തെങ്കിലും ഒരിക്കൽ മമ്മൂട്ടി പച്ചക്കൊടി കാണിക്കും എന്ന പ്രതീക്ഷയിലാണ് താനെന്നും അന്ന് ജൂഡ് ആന്റണി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ നിവിനോ ദുൽഖറോ എന്നതല്ല കാര്യം, രണ്ടും മമ്മൂട്ടി വേണ്ടെന്ന് വെക്കുകയായിരുന്നു. മമ്മൂട്ടി ആദ്യം സമ്മതിച്ചിരുന്നുവെന്നും പിന്നീട് ആരൊക്കെയോ പറഞ്ഞു പേടിപ്പിച്ചു എന്ന് തോന്നുന്നുവെന്നുമാണ് അന്ന് ജൂഡ് പറഞ്ഞത്. വൈക്കത്തെ ഒരു സാധാരണക്കാരനായ പയ്യൻ മെഗാസ്റ്റാർ ആയി മാറിയ കഥ ഒരു ഉഗ്രൻ സിനിമയാക്കി മാറ്റാൻ കഴിയുമെന്ന് ജൂഡ് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെ നിവിൻ പോളി പറഞ്ഞ ചില വാക്കുകൾ കൂടി വൈറലാവുകയാണ്. മമ്മൂട്ടിയുടെ ബയോപിക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് മമ്മൂട്ടിയുമായി സംസാരിച്ചെന്ന് തോന്നുന്നുവെന്നും മമ്മൂട്ടിയാണല്ലോ അത് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ അതിൽ താല്പര്യമില്ലെന്നാണ് തോന്നുന്നതെന്നും നിവിൻ പോളി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം താൻ സിനിമയിലേക്ക് വരാൻ പോലും കാരണമായത് മമ്മൂട്ടി എന്ന നടനാണെന്നും നിവിൻ പോളി പറയുന്നുണ്ട്. മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ള നടൻ മമ്മൂക്കയാണെന്നും അക്കാര്യം പല അഭിമുഖങ്ങളിലും മുൻപ് താൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും നിവിൻ പോളി കൂട്ടിച്ചേർക്കുകയാണ്. മുൻപും നിരവധി സംവിധായകർ മമ്മൂട്ടിയുടെ ബയോപിക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി ടർബോ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി വരാൻ പോകുന്നത്. മെയ് 23-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഭ്രമയുഗത്തിന്റെ വമ്പൻ വിജയം കഴിഞ്ഞ് 2 മാസം പൂർത്തിയാകുമ്പോഴേക്കും അടുത്ത ചിത്രവുമായി മമ്മൂട്ടി എത്തുന്നത് തീർച്ചയായും ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, ഒരു എക്സ്പെരിമെന്റൽ മൂവിക്ക് പിന്നാലെ ഒരു മാസ് ചിത്രം ലഭിക്കുന്നതും ആരാധകരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ട്രാക്കർമാർ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് 2 മണിക്കൂർ 35 മിനിറ്റ് ആയിരിക്കും ടർബോയുടെ ദൈർഘ്യം. വൈകാതെ തന്നെ ട്രെയിലർ പുറത്തു വന്നേക്കും. അതോടൊപ്പം സെൻസറിംഗ് ഡീറ്റെയിൽസും എത്തും. കിടിലൻ ആക്ഷൻ സീക്വൻസുകളുമായിട്ടാണ് ടർബോ എത്താൻ പോകുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് അപൂർവമാണ്. ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പർസ്യൂട്ട് ക്യാമറയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 200 കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാൻ പറ്റും. ട്രാൻസ്ഫോമേഴ്സ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. ബോളിവുഡിൽ പഠാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഈ ക്യാമറയാണ് ഉപയോഗിച്ചത്. പോക്കിരി രാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്നത്. ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം മിഥുൻ മാനുവൽ തോമസ് ആണ്. ഓസ്ലറിന്റെ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി മമ്മൂട്ടി, മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ടെത്തുകയാണ്. ബിഗ് ബജറ്റിലെത്തുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5ാമത്തെ ചിത്രമാണ്. ഈ സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റ്യോ സേവ്യറും ടീമും ചേർന്നാണ്. ഇനിയും മമ്മൂട്ടിയുടെ മികച്ച പ്രൊജക്ടുകളാണ് അണിയറയിലുള്ളത്. മമ്മൂട്ടിയുടെ ബസൂക്കയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ഡെന്നിസ് ആണ്. സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. MT വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രം കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.